വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഇത്തായുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ്. ഇത് നന്നായിട്ട് ഉണ്ടാക്കും. ഞാനപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഒരു കളർ കിട്ടുകയും ചെയ്യും. പിന്നീട് ഞാനിതിലേക്ക് 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. അതിനകത്തുനിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഈ ചിക്കൻ സ്റ്റോക്ക് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, ഈ 1 ക്യൂബിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ട് പൊടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ നാളെ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവറും മുട്ടയും ചിക്കനും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ചൈനീസ് ഡിഷിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വരട്ടെ. ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 90% ഫ്രൈ ആയാൽ മതി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി, കളറിന് വേണ്ടിയാണ്. ഒന്ന് മൂത്ത് വരട്ടെ. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്ര മാത്രമേ ഇട്ട് കൊടുക്കൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ചില്ലി ചിക്കൻ നമ്മൾ അങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിവിടെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ മുളക് പൊടിയുടെ കളർ മാത്രമാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ക്യാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ആയില്ല കേട്ടോ. നിങ്ങൾ 1 ടീസ്പൂൺ സോയ സോസ് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഞാനിതിലേക്ക് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കണം. ഇതിപ്പോൾ എല്ലാം നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണിത്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ ലാസ്റ്റ് ടൈമിൽ ഒന്ന് വെള്ളത്തിൽ കലക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നതാണ് കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. അതേപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.